നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നമുക്കൊരു നല്ല ന്യൂസാണ്. ഗോൾഡിൻ്റെ റേറ്റ് ഇറങ്ങിയിട്ടുണ്ട് രൂപ. സ്വർണ്ണവില കുറയാൻ നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടേ പോകാം. എത്രത്തോളം അത് കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സമയം കൊണ്ട് ടാരിഫ് തീർന്നു. റിലീഫ് വാല്യൂവിലാണ് ഗോൾഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിൻ്റെ മുകളിൽ ഇന്നലത്തോടെ അമേരിക്കയിലിരുന്ന ടാരിഫ് തീർന്നായിരുന്നു. ഈ ട്രംപിൻ്റെ ടാരിഫ് റിലീഫ് റാലി തിരികെ വന്ന് ഇൻഫ്ലേഷൻ എന്താകും എന്ന ചോദ്യത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അലുമിനിയം സ്റ്റീൽ അതിൻ്റെ മുകളിലത്തെ ഇരിക്കുന്ന ടാരിഫ് ഇനിയും കണ്ടിന്യൂ ആകുന്നു. ചൈനയുടെ ടാരിഫിനെയും വെറും 90 ഡേയ്സ് മാത്രം തന്നെ പാസ് ചെയ്തിട്ടുള്ളത്. അൺസർട്ടനിറ്റി വന്നിട്ട് മാർക്കറ്റ് തിരിച്ചിടും. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ എന്താകും, ഗ്രോത്ത് എന്താകും എന്ന ചോദ്യം തിരിച്ചും കേൾക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഇത് കാരണം മാർക്കറ്റ് തന്നിക്കൊണ്ടിരിക്കുന്നു. ഷോർട്ട് ടേമിൽ ഓവറോളായിട്ട് അമേരിക്കയിലെ മുകളിൽ ഹെവി പ്രഷർ ഇരിക്കുന്നു. എക്കണോമിയിൽ ടെക്നിക്കൽ റിസഷൻ കൂടെ വരാൻ ചാൻസ് ഇരിക്കുന്നു. ഈ തവണ മിസ്സായാലും ഡിസപ്പോയിൻ്റ് ആകാം, റിസഷൻ വരാൻ ഒരുപാട് ചാൻസസ് ഇരിക്കുന്നു. ഇത് കാരണം ഇൻട്രസ്റ്റ് റേറ്റിന് ആ സമയം തന്നെ കട്ട് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തുവെങ്കിൽ സ്വർണത്തിൻ്റെ വില കയറും. അതിന് തന്നെ നമ്മളെ ലോങ് ടേം പ്ലേ. ഒരു ടെൻഷൻ കാരണം ഇത് 10,000 രൂപയ്ക്ക് പോയുണ്ട്, പിന്നെ അത് 8,000 9,000 രൂപയ്ക്ക് വന്ന് നിൽക്കുന്നു. ഇതിനൊരു ഫാൾസ് നെറേറ്റീവായി തന്നെ നോക്കണം. ഈ സമയം കൊണ്ട് നിങ്ങൾ ഗോൾഡിനെ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഓവറോളായി നോക്കുമ്പോൾ മാർക്കറ്റ് വന്നിട്ട് വീക്കായി തന്നെ ഇരിക്കുന്നു. 110 പോയിന്റ് മൈനസിലാണ് ഇരുന്നത് ഇന്ന് രാവിലെ നോക്കുന്ന സമയത്തിൽ. ബാങ്ക് നിഫ്റ്റിയും ഡൗണിൽ തന്നെ ഇരിക്കുന്നു. ഇന്ന് എന്തൊക്കെ ന്യൂസ് എന്ന് നോക്കാം. കല്യാൺ ജുവലേഴ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഇന്ന്. കല്യാൺ ജുവലേഴ്സിന് എന്ത് ന്യൂസ് എന്ന് വെച്ചാൽ ധനേഷിനൊപ്പം ക്യാപ്ചർ ചെയ്തുകൊള്ളും. 3 കൊല്ലത്തിനകം ഈ ക്യാച്ചപ്പ് ചെയ്യാൻ അവരെ നമ്പർ ഓഫ് സ്റ്റോഴ്സിനെ ഡബിൾ ചെയ്തുകൊണ്ടേ പോകണം. ധനീഷിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ധനീഷ് വന്ന് സ്ലോവർ ഗ്രോത്ത് ഇൻ ഓൺ സ്റ്റോഴ്സില്ല. കല്യാൺ ജുവലേഴ്സിൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. അങ്ങനെ വന്നിട്ട് ഫോക്കോ മോഡലിൽ തന്നെ ഇൻട്രസ്റ്റഡ് എന്നും പറഞ്ഞായിരുന്നു. ഫ്രാഞ്ചൈസി വൺ കമ്പനി മോഡൽ എന്ന്. ഇതിൽ മാർജിൻസ് ആകാൻ നോർമൽ സ്പെഷ്യൽ ഇരിക്കും. കനിഷ്കിന് മാർജിൻ പ്രഷർ ഇരിക്കത്തില്ല. ക്യാൻറ്റീൻ അവരുടെ ബ്രാൻഡിൻ്റെ കാരക്ലീൻ എന്ന ബ്രാൻഡ് വളരെ സ്ട്രോങ്, ഇക്വിറ്റിയും സ്ട്രോങ്. കല്യാൺ ജുവലേഴ്സിൻ്റെ ബിസിനസ്സേ വന്നിട്ട് വെറും ജുവലറി മാത്രം തന്നെ. തനിഷ്കിന് വാച്ച്, ഐവർ ഇങ്ങനെ പറഞ്ഞ് പല ബിസിനസ്സും ഇരിക്കുന്നു. കാരണം അവർക്ക് ഫുള്ളായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവയെ മാർജിൻ വന്നിട്ട് ഹെവി പ്രഷറിലിരിക്കും. കല്യാണി വന്ന് റെക്കോർഡ് പ്രോഫിറ്റ്, റെക്കോർഡ് ഡിവിഡൻഡ് എല്ലാമേ റെക്കോർഡായിട്ടുണ്ട്. മുത്തൂറ്റ് ഫൈനാൻസിന് സ്റ്റോക്ക് വാല്യൂ കയറും. പക്ഷെ നമ്മൾ മുത്തൂട്ട മണപ്പുറമാണ് നോക്കുന്ന സമയത്ത് മണപ്പുറം ബെറ്റർ ആയിരിക്കും. ഇത് മോർ അണ്ടർ വാല്യൂഡ്. മണപ്പുറം വന്നിട്ട് പ്രൊഫഷൻ ആകാൻ വേണ്ടിയിട്ട് ദീപക് റെഡ്ഡിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ദീപക് റെഡ്ഡിന് ബജാജ് ഫിൻസർവ്, അമെക്സ് ആൻഡ് ചാൻസാക്സിൽ എക്സ്പീരിയൻസ് ഇരിക്കുന്നു. അവർ വന്നിട്ട് CEO ആയിട്ട് ഇരിക്കും. നന്ദകുമാറിന് റിപ്പോർട്ട് ചെയ്യും. പേയിങ് ക്യാപിറ്റലിൻ്റെ ഒരു വിദ്യയാണ്. പേയിങ് ക്യാപിറ്റൽ കാശ് ഇട്ട് തുടങ്ങി എക്സ്പാൻഷൻ ഭയങ്കരമായിട്ടിരിക്കും. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും കയറും. അറ്റ് ദി സെയിം ടൈം നമ്പർ ഓഫ് ബ്രാഞ്ചസും കയറും. അത് കാരണം ഈ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ മണപ്പുറം കൺസിഡർ ചെയ്യാൻ ബെറ്റർ. മുത്തൂട്ട് നമ്മൾ മുമ്പേ കൺസിഡർ ചെയ്തായിരുന്നു. നല്ല ഒരു സമയത്തിൽ നമുക്ക് നല്ല റിട്ടേണും തന്നായിരുന്നു. ഡിവിഡൻഡും നന്നായിരിക്കും. കർണാടക ബാങ്കിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. കർണാടക ബാങ്കിൻ്റെ റിസൾട്ട് വളരെ ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് കാര്യങ്ങളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അവർ മാറ്റിയിട്ടുണ്ട്. അതായത് അവർ അക്കൗണ്ടിങ് സ്ട്രാറ്റജിയാണ്. അത് കാരണം 370 കോടി രൂപ ഇരിക്കേണ്ട പ്രോഫിറ്റ് 209 കോടിയായിട്ട് കാണിച്ചിട്ടുണ്ട്. MD പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിയാം, അത് മറ്റുമല്ല, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിന് കുറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ്സിനെക്കാട്ടിൽ എക്സ്പെൻസ് വളരെ കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ഇൻക്രീസ് ചെയ്യുന്നു. റീജിയണൽ ബാങ്കും ഒരു ഓൾ ഇന്ത്യ പ്രസൻസ് കൊണ്ടുവരണമെന്ന് ട്രൈ ചെയ്യുന്നു. സ്ലോ മേക്കിംഗ് പ്രോസസ്സാണ്. കാരണം തന്നെ അവരുടെ മാർജിൻ കുറഞ്ഞത്. തിരികെ യൂഷ്വൽ 5 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇരിക്കുന്നു. ഇതിൻ്റെ ബുക്ക് വാല്യൂ 300 രൂപ താണ്ടിയിരിക്കും. 100 രൂപ സബ്സ്റ്റാൻഷ്യൽ ഡിസ്കൗണ്ടിൽ ഇരിക്കുന്ന കാരണത്താൽ ഇതൊരു ഡീപ്പ് വാല്യൂ കൺസിഡറേഷനാണ്. ഇത് ഒരു കാലത്തിൽ 70 രൂപയ്ക്ക് ഇരുന്നായിരുന്നു. പിന്നെ അതിനെക്കാട്ടിൽ കുറവായിട്ട് 35 രൂപയ്ക്ക് ഇരുന്നു. പിന്നെ അതിന് 70 രൂപയ്ക്ക് ഒരു റൈറ്റ്സ് ഇഷ്യൂട്ടായിരുന്നു. ഇന്ന് ആ 70 രൂപയ്ക്ക് ഇട്ടെങ്കിൽ കൂടെ 5 രൂപ ഡിവിഡൻഡെങ്കിലും നിയർലി 8% മാർജിൻ വരുന്നു. 2% വാങ്ങിയവർക്ക് 12% റിട്ടേൺ വരുന്നു. ഇതുപോലത്തെ ഫലങ്ങളിൽ വാങ്ങിയ കാരണത്താൽ ടേമിൽ വന്നിട്ട് ഇതിൻ്റെ 2 ഫീച്ചേഴ്സ് നമുക്കിരിക്കുന്നു. ഇത് ബോണ്ടായിട്ടും ആഡ് ആകുന്നു. അതേസമയം നമ്മളെ ബോണ്ടിൻ്റെ വാല്യൂവും കയറിക്കൊണ്ടേ പോകുന്നു. 315 എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ 4 വർഷത്തിൽ 400 രൂപ കഴിഞ്ഞ് പോകും. അറ്റ് സം ടൈം ബുക്ക് വാല്യൂ ബോണ്ട് പ്രൈസും ഈക്വലൈസ് ആകും. ആ സമയം വരയ്ക്ക് നിങ്ങൾ കാത്തുകൊണ്ടിരിക്കണം. എപ്പോഴൊക്കെ ഈ സ്മാൾ ബാങ്ക്സിനെ ഈ വലിയ ബാങ്ക്സ് എടുക്കുന്നോ, ഈ ബുക്ക് വാല്യൂവിൽ അവർ മൂழ்കിപ്പോയെങ്കിലും നിങ്ങൾക്കത് നല്ല പ്രോഫിറ്റാണ്. മെയിനായിട്ട് ഈ പ്ലാന്റേഷൻ ആൻഡ് റീറ്റെയിൽ ബിസിനസ്സിൽ നന്നായിരിക്കും. ഗ്രോസ് ആൻഡ് നെറ്റ് PA കൺട്രോളിലിരിക്കുന്നു. ഈ ബാങ്കിന് നിങ്ങൾ കംഫർട്ടബിളായിട്ട് കൺസിഡർ ചെയ്യാം.
ഇന്ന് മാർക്കറ്റ് നെഗറ്റീവ് ആയതിൻ്റെ കാരണം മാരുതി, കോട്ടക് മഹീന്ദ്ര ബാങ്കാണ്. ടാറ്റ മോട്ടോർ സർപ്രൈസിംഗ്ലി 2% കയറിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നോർമലായ റിസൾട്ട് നോക്കിയതും അവരടിച്ചിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാതെ ഇന്ന് 2% കയറിയിട്ടുണ്ട്. ഇത് എനിക്ക് വളരെ ഒരു സർപ്രൈസാണ്. എന്തെന്ന് വെച്ചാൽ എനി ബാഡ് ന്യൂസ് അതിനെ വിൽക്കാൻ തന്നെ ട്രൈ ചെയ്യും. പക്ഷേ ഇന്ന് അത് 2% കയറിയിട്ടുണ്ട്. ഇന്ന് ഐസോട്ടൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ₹70 ഡിവിഡൻഡ് കേൾക്കിയിട്ടുണ്ട്. മോട്ടാർ സൈക്കിളിൽ അവർക്ക് നല്ല റിസൾട്ട്. മോട്ടോർ സൈക്കിളിൽ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മോർ ദാൻ 1 മില്യൺ യൂണിറ്റ്സ് അവർ ആദ്യമായിട്ട് അവർ വിറ്റിട്ടുണ്ട്. ഇത് കാരണം നല്ലവണ്ണം എക്സ്പോർട്സ് നടന്നിട്ടുണ്ട്. അതേ സമയം കൊണ്ട് അവർ ഇന്ത്യയിലും നന്നായി ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ സെക്ടറാണ് അവരുടെ മെയിൻ ഡിവിഷൻ. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. 7% മാർജിൻ ഗ്രോ ആയിട്ടുണ്ട്. പ്രോഫിറ്റ്സ് 1500 കോടി റഹം വന്നിട്ടുണ്ട്. ഓൺ ഇയർ 27% ഗ്രോത്ത് ഇരിക്കുന്നു. റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നതിന് ഒരു സക്സസ്ഫുൾ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. യൂറോപ്പിലും ഇതിനെ വിറ്റുകൊണ്ടിരിക്കുന്നു. വേൾഡ് റാങ്കിൽ 360cc മാർക്കറ്റ് വെഹിക്കിൾ മാർക്കറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് എല്ലാ സമയങ്ങളും ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇത് എപ്പോഴും വൈരസൂചിയെ തന്നെ ഇരിക്കുന്നു. ഇത് കാരണം നമ്മളെ കൊണ്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഹീറോ മോട്ടോർ കാർത്ത്. ഹീറോ മോട്ടോർ എന്ത് പറയുന്നു വെച്ചാൽ അവർ ഇലക്ട്രിക് സ്കൂട്ടർ വിടാന്ന് പറയുന്നത് ഒരു മാസത്തിന് 10,000 30,000 ഒരു മാസത്തിൽ വിൽക്കാൻ തുടങ്ങിയെങ്കിൽ ബ്രേക്കിംഗ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓവറോളായിട്ട് കമ്പനിയും പ്രോഫിറ്റബിൾ. ബ്രേക്ക് ഈവൻ ചെയ്തുവെങ്കിൽ ഈ ഡിവിഷനും പ്രോഫിറ്റബിൾ ആകുമെന്ന് പറയുന്നു. 25,000 30,000 റീച്ച് ആകാൻ കൊണ്ട് അതിൽ പാതി കൂടെ ഈ കമ്പനിയിലില്ല. പക്ഷേ ഈ വർഷം കൊണ്ട് അതിനെ റീച്ച് ചെയ്യുമെന്ന് പറയുന്നു. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞാൻ എന്ത് വിചാരിക്കുന്നെന്ന് വെച്ചാൽ ഈച്ചർ തന്നെ ഇവർക്ക് മെയിൻ ബെറ്റ്. ഇത്രയും വിടയും ചേർത്തുവെങ്കിൽ 25,000 അവർ ഈസിயாக ക്രോസ് ചെയ്യും. ഇവരെ ബന്ധക്കാർ വെച്ചിരുന്ന ഹീറോ ഇലക്ട്രിക് കമ്പനി അങ്ങ് നിഫ്റ്റിക്ക് പോയായിരുന്നു. അവിടെ നിന്ന് ഇവരെ ബന്ധുക്കാർക്ക് അതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ട്രേഡ് വന്ന് ആഷറിന് വരും. ആക്ഷനിൽ പവൻ മുങ്കാന അവരുടെ ഫാമിലി വാങ്ങിയെങ്കിൽ കമ്പനി അവരെ കൺട്രോളിന് പോകും. ഹീറോ ഇലക്ട്രിക് ബ്രാൻഡിലും വരും. നടക്കുമോ നടക്കത്തില്ലയോ എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റിയില്ല. നമുക്കിതിനെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇൻഡസ്ഇൻഡ് ബാങ്കും കറപ്റ്റായിട്ടുണ്ട് ഇന്ന്. ഇതിൽ എന്തിനെ വന്നിട്ട് വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വിസിൽ ബ്ലോവർ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ മൈക്രോ ഫൈനാൻസ് ഇൻട്രസ്റ്റിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഹോൾസെയിൽ ഇൻട്രസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചില എന്ത് ബുക്ക് ചെയ്തില്ല എന്ന് വിസിൽ ബ്ലോവർ എന്ന് പറയുന്ന ആൾ വന്നിട്ട് സീനിയർ ഫിനാൻഷ്യൽ പ്രൊഫസറാണ്. അവർ മുമ്പേ CEO നോക്കി ഈ മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം തന്നെ വേറെ കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നത് അങ്ങനെയാണ് റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു ഇന്റേണൽ ആഡഡ് ടീം അസോസിയേറ്റഡ് ബൈ ENI ഈ അലിഗേഷൻസിനെ ബ്രോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അലിഗേഷനെ കുറിച്ച് ഓർത്ത് മാർക്കറ്റ് തിരികെ ഇതിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ CEO ആൻഡ് ഡെപ്യൂട്ടി CEOനെ അവർ തൂക്കിയായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഒരു മാനേജ്മെൻറ്റ് വരും. ആ മാനേജ്മെൻറ്റ് എല്ലാ ലോസസിനെയും ലൈറ്റ് ഓഫ് ചെയ്യും. ഈ ലോസ് കാട്ടും, അത് തിരിച്ചു വീഴും. നീഡ് പ്രൊമോട്ടർ കാശിട്ട് തന്നെ ഇതിനെ റിവൈവ് ചെയ്യും. മോസ്റ്റ് ലൈക്ലി വന്നിട്ട് ആക്സിൽ ബാങ്കിൽ നിന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഈ കമ്പനിയുടെ MD ആൻഡ് CEO ആയിട്ട് വരും. പക്ഷേ അയാൾക്ക് റിട്ടയർമെൻറ്റിന് ടൈം ഇരിക്കുന്നു. റിട്ടയർമെൻറ്റ് കൺഫേം ചെയ്തതിൻ്റെ ശേഷം തന്നെ അവർ ഈ കമ്പനിക്ക് വരും. ലൂപ്പിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ലൂപ്പിൻ്റെ റിസൾട്ട് വളരെ നന്നായിരിക്കുന്നു. പിന്നിൽ ഒരു സിസ്റ്റർ ബ്രദർ ഇരിക്കുന്നു. ഈ സിസ്റ്റർ ബ്രദറിൻ്റെ അഹം വന്നിട്ട് നിറയെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഇരിക്കുന്ന കാരണത്താൽ നമ്മളെ കൊണ്ട് അതിൽ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. എന്തെന്ന് വെച്ചാൽ എപ്പം എന്ത് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ലാതെ ഈ ഫാർമ കമ്പനിയിൽ സിഗ്നിഫിക്കൻ്റ് ഡെപ്റ്റ് വന്നിട്ടുണ്ട്. 2 കാരണത്താൽ ഞാൻ ഈ കമ്പനിയെ തൊട്ടില്ല. അടുത്ത സ്ഥലങ്ങളിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ സ്മാൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് എന്ത് റെസിലിയൻ്റ് ആയിരിക്കുമെന്ന് എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ റെസിലിയൻ എന്ന് പറയുന്നതൊക്കെ കഥയാണ്. ആൻഡ് ദെൻ ഈ ബ്ലൂ സ്മാർട്ടിൽ പ്രോബ്ലം ഇരിക്കുന്നതെന്ന് ആരും പറഞ്ഞില്ല. ഇൻഫാക്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ബ്ലൂ സ്മാർട്ട് സൂപ്പറായ സർവീസ് സൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ജെൻസോണിനും ബ്ലൂ സ്മാർട്സിനും ഇരിക്കുന്ന പ്രോബ്ലം ഡെപ്റ്റ് പ്രോബ്ലമായിരുന്നു. അത് കാരണം സ്മാൾ ക്യാപ്പിൽ നിനക്ക് ഓണേഴ്സിനെ ഡയറക്റ്റ് അറിഞ്ഞില്ല എങ്കിൽ അതുപോലത്തെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇത് കാരണം ഈ റെസിലിയൻ്റ് എന്ന് പറയുന്ന ഈ വാക്കിനെ വിശ്വസിച്ച് നിങ്ങൾ മണ്ടന്മാരാവരുത്. ടാറ്റ പവർ വന്നിട്ട് ഒരു വൈരസൂചി കമ്പനിയാണ്. 25% ഈ മാസം പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. ₹2.5 ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി കടന്നിലിരുന്നാലും നല്ല പ്രോഫിറ്റബിൾ തന്നെ ഇരിക്കുന്നു. ഒത്തിരിയേറെ പ്രോബ്ലംസ് അവരെ പിന്നാലെ തള്ളിയായിരുന്നു. പൊലാറിൽ ഒരു പുതു മൈൽ സ്റ്റോൺസിനെ അവർ റീച്ച് ചെയ്തായിരുന്നു. 1.5 ലക്ഷം വീട്ടിൽ റൂഫ് ടോപ്പ് ഇട്ടായിരുന്നു. ഇനിയും ഷെയർസ് വന്നിട്ട് എക്സ്ട്രീംലി ഹൈ പ്രൈസ് ഇരിക്കുന്ന കാരണത്താൽ അവോയ്ഡ് ചെയ്യണത് നല്ലതാണ്. ഇന്ന് ഇത് തന്നെ നമുക്ക് കിട്ടിയ ന്യൂസ്. മാർക്കറ്റ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ പട്ടാസ് ലിസ്റ്റിൽ ഷെയർസ് ഇരിക്കുന്നതിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുക. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബെൽ നോട്ടിഫിക്കേഷൻ ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.